ഡൽഹി ഒരു മിനി ഹിന്ദുസ്ഥാനാണെന്നാണ് മോഡി പറയുന്നത്. അതായത് ഭാരതത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ചിന്തയാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പ്രതിഫലിച്ചതും എന്നും അദ്ദേഹം പറയുന്നു. ഡൽഹി ഒരു ആധുനിക നഗരമാക്കി മാറ്റുക എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ വലിയ രീതിയിൽ കഷ്ടമായത്. കാരണം അവർക്ക് കെട്ടിവെച്ച കാശ് മുഴുവൻ 67 ആളുകളുടെ കാശും നഷ്ടമായി എന്നാണ് ഏറ്റവും ഒടുവിൽ നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് സർക്കാർ രൂപീകരണത്തിനായി. ആരായിരിക്കും മുഖ്യമന്ത്രി? ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം 27 വർഷങ്ങൾക്കിപ്പുറം ഡൽഹി വീണ്ടും BJP പിടിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൽഹിയിലെ ജനങ്ങൾക്ക് നന്ദി, ഇനി നിങ്ങൾ യഥാർത്ഥ വികസനം കാണാൻ പോവുകയാണ്, പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും, ഈ സ്നേഹത്തിന് നന്ദി എന്നാണ് നരേന്ദ്രമോദി ഡൽഹിയിലെ വോട്ടർമാരോട് പറഞ്ഞത്. ഡൽഹി എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി. അവിടെ BJPക്ക് ഭരണമില്ല എന്നുള്ളത് BJPയെ ഒരു വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് ഇപ്പോൾ BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. 27 വർഷങ്ങൾക്ക് മുമ്പ് സുഷമ സ്വരാജിൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആരായിരിക്കും ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആം ആദ്മി പോലുള്ള ഒരു പാർട്ടി ഭരിച്ച് ഫ്രീബി പൊളിറ്റിക്സിൻ്റെ അങ്ങേയറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൂക്ഷ്മതലത്തിൽ കളിച്ച ഒരാളാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് കിട്ടപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് BJPക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കൃത്യമായിട്ട് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഗെയിമിന് BJP ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ഒരു വലിയ വനിതാ മുഖ്യമന്ത്രി, ഒരു തീപ്പൊരി നേതാവിനെ, വനിതാ മുഖ്യമന്ത്രിയെ അവിടെ പ്രതിഷ്ഠിക്കാൻ BJP ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഒരു പറ്റം BJPക്ക് ശക്തരായിട്ടുള്ള വനിതാ നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവരെ BJPയുടെ ഡൽഹിയിലെ പൊതുയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ BJPയുടെ പുരുഷ ഈ പറയുന്ന നേതാക്കന്മാരെക്കാൾ കത്തിക്കയറി സംസാരിക്കുന്ന കുറേയധികം വനിതാ നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിലൊരാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്ന പേരുകാരി. ആ പേരുകാരി ചില്ലറക്കാരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 27 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ BJPയുടെ ഭരണം കഴിഞ്ഞ് ആരാണോ ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിയത് അവരുടെ തന്നെ മകളാണ്. പേര് ഭാംസുരി സുഷമ സ്വരാജ്, ഭാംസുരി സ്വരാജ്. ഒരു ചരിത്രമായിരിക്കും ഭാംസുരി വരികയാണെങ്കിൽ. അതായത് അമ്മ ഇറങ്ങിയ അതേ കസേരയിലേക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മുഖ്യമന്ത്രി എത്തുമ്പോൾ അത് ഭാംസുരി ആണെങ്കിൽ അതൊരു ചരിത്രമാണ്. ഭാംസുരി ശക്തമായ രീതിയിൽ, അതായത് വളരെ കൃത്യമായ രീതിയിൽ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ചെയ്തികളെ, അഴിമതികളെ, അവരുടെ ഈ കപട മുഖംമൂടികളെയൊക്കെ വലിച്ചു കീറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ശക്തയായിട്ടുള്ള BJP നേതാവാണ്. ഭാംസുരിയെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം BJP ഇപ്പം എല്ലാ കാലത്തും BJPക്കെതിരെ ഉയരുന്ന ചില വിമർശനങ്ങളുണ്ട്. അതായത് BJP അതാണ്, BJP ഹിന്ദുത്വയാണ്, BJP സ്ത്രീ വിരുദ്ധയാണ്, BJP ദളിത് പൊളിറ്റിക്സിനെതിരാണ്, ദളിതർക്കെതിരാണ് എന്ന് പറയുന്നത്. അതേ BJP തന്നെയല്ലേ ദളിതരെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്? നരേന്ദ്രമോദി ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണെന്ന് BJP ഉള്ളത്. ഈ പറയുന്ന അമിത്ഷാ ആരാണ്? ഒരു ജൈനമത വിശ്വാസിയാണ് അമിത്ഷാ. അതുപോലെ തന്നെ ജൈൻ വിഭാഗത്തിലുള്ള ആളാണ് അമിത്ഷാ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു രാഷ്ട്രപതിയാണ്. അവിടെ പല വിധത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി ഭവൻ ആളുകൾക്ക് തുറന്നു കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് പല പുരോഗമന പാർട്ടി എന്ന് പറയുന്ന പല പാർട്ടികൾക്കും എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളതൊരു ചോദ്യമല്ലേ? പോളിറ്റ് ബ്യൂറോയിലുണ്ടോ? അതെ. കേരളത്തിലെ ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷ, സ്ത്രീപക്ഷം എന്നുള്ളതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചതുപോലെ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു ഏരിയ സെക്രട്ടറി എങ്കിലും വനിതയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിലെ ഇപ്പോൾ ലാസ്റ്റ് സമ്മേളനം കഴിയാൻ പോവുകയാണ്. തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനവും കഴിഞ്ഞു. ഏതെങ്കിലും ഒരു വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടോ? എന്താ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടാക്കിയാൽ അവർ വെക്കില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ടും സ്ത്രീ പക്ഷമെന്ന് പറയും. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 4 ജില്ലാ പ്രസിഡന്റും 3 ജില്ലാ പ്രസിഡന്റുമാർ വനിതകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.
അല്ലേ? ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു തീപ്പൊരി നേതാവിന് ഒരു പക്ഷേ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാമെന്നും കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉൾപ്പെടെ ഇപ്പോൾ സിന്ധ്യ ഭരണകൂടങ്ങളുടെ കാലത്ത് വസുന്ധര രാജ സിന്ധ്യ എന്ന് പറയുന്ന BJPയുടെ നേതാവ് അടക്കം ഇങ്ങോട്ട് തുടങ്ങി പട്ടികയെടുത്ത് എണ്ണാൻ പറ്റുന്ന വനിതാ മുഖ്യമന്ത്രിമാരുണ്ട്. ഈ പറയുന്ന ആനന്ദിബെൻ പട്ടേൽ ഉൾപ്പെടെ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് BJPക്ക് എന്ന് പറയാം. ഇപ്പോൾ വീണ്ടും ആ ഒരു സ്ത്രീ സുരക്ഷ യാഥാർത്ഥ്യമാക്കുക, സ്ത്രീപക്ഷ മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് BJP ആണെന്ന് തെളിയിച്ചു തരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഭാംസുരി സ്വരാജിനെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ, ഭാംസുരിയെ പറ്റി മാത്രമല്ല ഇവിടെ ചർച്ചയുള്ളത്. അതായത് ഭാംസുരിക്കൊപ്പം തന്നെ മറ്റ് ചില വനിതകളുടെ പേരും കൂടെ ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ AAP മന്ത്രിയായിരുന്ന സൗരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള രേഖ ശർമ്മ എന്ന് പറയുന്ന മറ്റൊരു ഫയർ ലേഡിയുണ്ട്, അവരുടെ പേരും, അതുപോലെ തന്നെ ശിഖ റായ്, മന്ത്രിയെ പരാജയപ്പെടുത്തിയ വേറൊരു നേതാവുണ്ട് ശിഖ റായ് എന്ന് പറയുന്നത്. ശിഖ റായിയെയും ഷാലിമാർഗിൽ നിന്ന് വിജയിച്ച രേഖാ ശർമ്മയും കൂടി ഇതിൽ നിന്ന് പരിഗണിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം മുതലേ കേട്ട പേര് എന്ന് പറയുന്നത് പർവേഷ് വർമ്മ എന്ന് പറയുന്ന പേരാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ മലർത്തിയടിച്ച കുറച്ചുകൂടി ഹിന്ദുത്വ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി വളരെ ഒരു സ്ട്രോങ് ലീഡർ എന്നുള്ള നിലയിൽ നിൽക്കുന്ന ആളാണ്, മുഖ്യമന്ത്രിയുടെ മകനാണ്. അപ്പോൾ അദ്ദേഹം ആ നേതാവാണ് പർവേഷ് വർമ്മ എന്ന് പറയുന്നത്. ആ പർവേഷ് വർമ്മ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ BJP പരിഗണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് പർവേഷ് വർമ്മയുടെ പേരാണ്. പക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അത് ഭാംസുരി സ്വരാജോ അല്ലെങ്കിൽ ശിഖ റായിയോ ആയിരിക്കും എന്നുള്ള പേര് കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ അപ്പുറത്തേക്ക് BJPയുടെ നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് മുഖ്യമന്ത്രി, ഇതൊന്നുമല്ലാതെ ഒരു സർപ്രൈസ് മുഖ്യമന്ത്രി വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. CPM-ൽ നിന്നുള്ളൊരു പ്രധാന നേതാവ് ഡൽഹിയിൽ നിന്ന് BJPയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് CPM-ന് 360 എത്രയാണ് എല്ലാം കൂടി അവിടെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായി 393 വോട്ടാണ്. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് സ്വർണ്ണത്തളികയിൽ BJPയെ വിജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവരുടെ തന്നെ പാർട്ടിയിൽ നിന്നൊരു നേതാവ് ഡൽഹിയിൽ നിന്ന് BJPയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം അത് പ്രായോഗികമാവും, വരും ദിവസങ്ങളിൽ അത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു വലിയ ഒരു വലിയ തിരിച്ചടിയായിരിക്കും CPM എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ BJP? എനിക്കറിയില്ല. BJP അവരെ ഇപ്പം വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒരു നേതാവ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP സാധ്യതയുണ്ട്, ഒരു ദേശീയ നേതാവായിരിക്കാം അല്ലേ? എന്തായാലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗൗതം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് നിലവിളികൾ ഉയരുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ അമിത്ഷാ, അതുപോലെ തന്നെ JP നദ്ദ തുടങ്ങിയ ആളുകളും BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരും ഒക്കെ വളരെ കാര്യമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഒപ്പം നരേന്ദ്രമോദി ഇന്ന് വിദേശ സന്ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹം US-ലേക്കും ഫ്രാൻസിലേക്കും പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷമായിരിക്കാം തീർച്ചയായിട്ടും ചർച്ചകളൊക്കെ സജീവമായിട്ട് രൂപപ്പെടുക. എന്തായാലും സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ തത്രപ്പാടിലുമാണ് BJP ഉള്ളത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു ചർച്ച. പാർത്ഥൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സുഷമ സ്വരാജിന്റെ മകൾ ഭാംസുരിനെ ആകുമോ BJP നാരീശക്തിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന BJP രംഗത്തിറക്കുക എന്നതാണ് ഏവരും കാത്തിരുന്ന് നോക്കി കാണുന്നത്. അപ്പോൾ എന്തായാലും അത് സംഭവിക്കട്ടെ എന്ന് ഡൽഹിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിച്ചു തന്നെ ഇരിക്കും.